പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. ചിന്താരിയ മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, കൃപ വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പരിശുദ്ധാത്മാവ് സ്നാനപ്പെടാൻ വേണ്ടി വലിയ എളുപ്പ പണികളൊക്കെ ഉണ്ട്. ഇന്നു പോലാണെങ്കിൽ നിങ്ങൾ ഇവിടെപ്പടിക്കാർക്കാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്ന് പെയ്യും. നോക്കിക്കോ, ഒരു കാര്യമേ, ആദിമസഭയിൽ തന്നെ ഇതിൻ്റെ വെളിപ്പാടുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആ ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ജനങ്ങൾ അപ്പോസ്തലന്മാരിങ്ങനെ ഭാഷാപരത്തെ സംസാരിച്ചില്ലേ? അപ്പോൾ ഇതുമേക്കാർ, അതുപോലെ തന്നെ പേരയ, റോമാക്കാർ, അതുപോലെ തന്നെ എത്യോപ്യക്കാർ, എല്ലാവരും അവരുടെ ഭാഷയിൽ അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ജനങ്ങൾ പറഞ്ഞ് ഈ ആത്മാവിനെ കിട്ടാൻ ഞങ്ങൾക്ക് എന്താണ് ഒരു വഴി, ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ച്. അപ്പോൾ പരിശുദ്ധാത്മാവ് പത്രോസ് പറഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞ് അവർക്ക് കിട്ടുമോ, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ്. അപ്പോൾ ജനങ്ങൾ ചോദിച്ച്
ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ പത്രോസിന് ഒരു ഉത്തരം കിട്ടും. അപ്പോസ്തല പ്രവർത്തനം 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഇത് വരുന്നത് ഒന്ന് പശ്ചാത്താപത്തിലൂടെയാണ് അല്ലേ? ആ പശ്ചാത്താപത്തിലൂടെ ആണ് നമ്മുടെ വിശ്വാസം നമ്മൾ സഭയെ അറിയിക്കുകയും സഭ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൽ ഉയർത്തുന്നതിൻ്റെയും വീണ്ടും വരുന്നതിൻ്റെയും അടയാളമാകുന്ന വെള്ളത്തിൽ നമ്മൾ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യും. ശരിക്കും വെള്ളം ഉണ്ടാകത്തില്ല, അവർ വിശ്വാസപൂർവ്വം ജ്ഞാനസ്നാനം, എന്തുമാത്രം ആൾക്കാർ വിശ്വാസത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവരെ അവർ ജ്ഞാനസ്നാനപ്പെടുത്താനോ ആരുമില്ല. പക്ഷെ അവർക്ക് ക്രിസ്തുവാണ് രക്ഷകനെന്ന് ഉള്ളിലറിയാം. അവരത് വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിച്ച് അവരതുപോലെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിത്യരക്ഷ കർത്താവ് കൊടുക്കും. അത് കർത്താവിൻ്റെ കാര്യമാണ്, നമ്മളതിൻ്റെ തിരുവേണ്ട കാര്യമില്ല. ദൈവം തീരുമാനിക്കട്ടെ. അതല്ലേ ഈശോ പറയണത്, നിങ്ങളിപ്പോൾ വിധിക്കേണ്ട, വിധിയല്ല മനുഷ്യപുത്രന്. അവർ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തു നിന്നുണ്ട്, നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. വിധി അതൊക്കെ പറയേണ്ടത് ആരാണ്? വിധിയല്ല. യോഹന്നാൻ 5:27 മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കണം. കർത്താവ് അന്ത്യവിധി സമയത്ത് നിന്റെ വിശ്വാസ ജീവിതം കാരണം നീ കർത്താവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവനാണെന്ന് കർത്താവ് തീരുമാനിച്ചോളൂ. ആ കർത്താവിന് വിടാം. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്നറിയാവോ? ഇതിൻ്റെ കൂടെ വേറൊരു സംഭവമുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങളെ പശ്ചാത്തപിക്കാൻ പാപമോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനമെടുക്കുന്നത് പരിശുദ്ധാത്മാവ് കിട്ടാനുള്ള ഒരു മാർഗമാണ്. രണ്ടാമത്തെ മാർഗം എന്താ? അപ്പോസ്തല പ്രവർത്തനം 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ സ്നാനം സ്വീകരിക്കുവെന്ന് പറഞ്ഞ വാക്കില്ലേ, അതിൻ്റെ അകത്ത് ജലസ്നാനമുണ്ട്, അതേസമയം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ലേ പറഞ്ഞത്. ആ ദാനം ലഭിക്കാനുള്ള സ്നാനവും ഉണ്ട്. എന്താണെന്നറിയാമോ? ഇത് പറയാൻ കാര്യം എന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ രശ്മി തോമസിൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ. അവരുടെ സാക്ഷ്യത്തിൽ ഈ അവർ ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ അഡ്രസ്സ് ഇല്ലാത്ത, ബന്ധുക്കളെ സ്വന്തപ്പെട്ടൊരു ബൈസ്റ്റാൻഡർ ഇല്ലാത്ത കുറേ രോഗികളുണ്ട്. അവർക്ക് വേണ്ടി ഒരു വാർഡുണ്ട്. അവരെ നോക്കാനും ആരുമില്ല, തിരക്കാനും ആരുമില്ല, കൂടെ നിൽക്കാനും ആരുമില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് പോയി രശ്മി തോമസ് സംസാരിക്കും. അവർക്ക് ഭക്ഷണത്തിന് പ്രശ്നമൊന്നുമില്ല, ഭക്ഷണത്തിന് അവിടെ കൊടുക്കാനുള്ള ഏജൻസിയും സംഘടനയൊക്കെ ഉണ്ട്. ഇവർ ചെയ്യണത് അവരോട് സംസാരിക്കും. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ പരദേശിയായിരുന്നു. അപ്പോൾ ഒത്തിരി പരദേശികളുണ്ടാകത്തില്ലേ, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ അവരുടെ കർത്താവാണുള്ളത്. അതുകൊണ്ട് രശ്മി തോമസ് അവരെ പോയി സന്ദർശിക്കുകയും അവരുടെ കുശലങ്ങളും അവരുടെ കൂടെ ഇരുന്ന് ഓരോ വർത്തമാനമൊക്കെ പറയും. നമ്മുടെ സാന്നിധ്യം സംലഭമാക്കുന്നത് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. കാരുണ്യപ്രവൃത്തിയുടെ എല്ലാ കാരുണ്യപ്രവൃത്തിയുടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിൻ്റെ ഉറവകൾ നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ഈ പെന്തക്കോസ്താ ദിവസത്തിന് ഒരുങ്ങുമ്പോൾ നീ ഉടമ്പടിക്കാർ പ്രത്യേകിച്ച് നിങ്ങളുടെ കാരുണ്യപ്രവൃത്തികളിൽ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ലുക്ക 14:13. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുവിൻ. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ, അതാണ് പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം നൽകും. അപ്പം പകരം നൽകാൻ ഒന്നുമില്ല എന്നാണ് ഈശോ പറയണത്. പക്ഷേ പിന്നീടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവർക്ക് ആണ് നമുക്ക് പകരം നൽകാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമുള്ളത്. എന്താണ്?
പകരം അവർക്ക് നമുക്ക് ക്രിസ്തുവിനെ നൽകാൻ പറ്റും. അതാണല്ല, ഞാൻ രോഗിയായിരുന്നു എന്നല്ലേ ഈശോ പറയണത്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ അല്ലേ അവരിലൂടെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കണ ക്രിസ്തുവിനെയാണല്ലോ. പകരം നൽകാൻ ഒന്നും ഇല്ലെന്നങ്ങോട്ട് അടച്ച് പറയാൻ പറ്റത്തില്ല. പകരം അവർക്ക് നമുക്ക് ക്രിസ്തുവിനെ തരാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷ ചെയ്താൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അപ്പോൾ CT സ്കാനിൽ റിപ്പോർട്ട് ചെയ്ത് ഇത് ക്യാൻസർ സെൽസ് ആണെന്ന്, ക്യാൻസറിൻ്റെ മുഴയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ബയോപ്സിക്ക് കൊടുക്കണം. അപ്പോൾ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് MRI സ്കാൻ എടുത്ത്, MRI സ്കാനിലും ആ മുഴ തന്നെ ഉണ്ട്. അതിലും എഴുതിയിട്ടുണ്ട് ഇത് ക്യാൻസറിൻ്റെ ആണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബയോപ്സി എടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പെറ്റ് സ്കാൻ ഉണ്ട്. പെറ്റ് സ്കാൻ എടുത്തപ്പോൾ അതിലും അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാം. ഈ ക്യാൻസറാണെന്ന് പറഞ്ഞിട്ട് ബയോപ്സി എടുക്കാൻ പറയും. 3 റിപ്പോർട്ടിലും ക്യാൻസറാണെന്ന് പറയും. ബയോപ്സി എടുക്കുമ്പോൾ ബയോപ്സിയിൽ പറയും ഇത് സാധാരണ ഫൈബ്രോയിഡാണെന്ന് വന്നു കഴിയുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ വരും, ഒരു തൃപ്തി ഉണ്ടാവും. ഈ ലോകം ഞാൻ ജയിച്ച് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാൻ ഞാനാണെന്ന് തോന്നിക്കും. ഈ സന്തോഷം നിനക്ക് ഈ മുഴ വന്നതിന് മുമ്പേ ഉണ്ട്, എൻ്റെ അകത്തുണ്ട്, ദൈവം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ അനുഗ്രഹം ദൈവം ഇപ്പോഴും തന്നിട്ടുണ്ട്. നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ്, എന്നിട്ട് ആ പ്രശ്നം മാറുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് സന്തോഷമാണ് എന്ന്. പ്രശ്നം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നീ സന്തോഷമാണ്. അപ്പോഴാണ് നീ ഇല്ലാത്തതിനെയൊക്കെ ഓർത്തിങ്ങനെ പെരുവരുത്തോണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറില്ല, സംസാരിക്കാറില്ല. ഇപ്പോൾ ഫോണായി, വഴക്കായി, എന്നോ പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെ ഓർത്ത് അത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നോട് സ്നേഹമില്ലെന്ന്. നമ്മളെ പ്രിയപ്പെട്ടവർ ഒരു ടൂർ പോവുകയാണ്. പോകുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ബസ് അപകടമായി. ഒരു സുപ്രഭാതത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഫോൺ വരെയാണ്, ഒരു അജ്ഞാത ഫോൺ വരെയാണ്. പറയാണ് ഈ ID കാർഡ് നിങ്ങളുടെ ആരെങ്കിലും ആണ്. പറയാണ് അവർ അപകടത്തിൽ മരിച്ച് ഈ ID കാർഡ് ആ ബോഡിയിലുണ്ടായി, തിരിച്ചറിയാൻ പറ്റണില്ല. പ്രൈസ് ദി ലോർഡ്. വെന്നോന്ന് പറയുക. അപ്പോഴാണ് നമുക്ക് അവരുടെ അവരെക്കുറിച്ച് അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോഴാണ് ഓർക്കുന്നത്.
അവരുടെ മഹത്വം ഞമ്മ അപ്പോഴാണ് ഓർക്കുന്നത്. എന്നിട്ട് ഞമ്മ അവിടെ ഇരുന്ന് ചാടിപ്പോകും, കരഞ്ഞുകൊണ്ട് ഞമ്മ വീഴും. ആൾക്കാരൊക്കെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന സ്ഥലത്ത് അറിയും ആൾ മാറിപ്പോയി, നിങ്ങളുടെ ആളെക്കുറിച്ചില്ല, അങ്ങേര് ജീവിച്ചിരിക്കുക, കുറച്ച് ചെറിയ പരുക്കേ ഉള്ളൂ. അപ്പോൾ ഒരു സന്തോഷവും സ്നേഹവും അവരോട് തോന്നും. അത് ഇപ്പോഴും ദൈവം ആ സന്തോഷവും സ്നേഹവും നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും അതിലൊന്നും തിരിച്ചറിയാതെ സാത്താൻ്റെ പിടിയിൽപ്പെട്ട് നമ്മൾ അതെല്ലാം മറന്ന് വെറുപ്പും വെച്ചുകൊണ്ടിരിക്കുക, വിദ്വേഷവും വെച്ചുകൊണ്ട് സംസാരിക്കില്ല, സങ്കടം പിറുവിറുപ്പും. അന്ന് നിങ്ങൾക്ക് തോന്നും തിരിച്ചു കിട്ടിയെന്ന് അറിയുമ്പോഴത്തേക്കും ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ ഞാനാണ് അന്നാ തോന്നുന്നത്. അത് ഇന്നും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല, പിറുവിറുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് പലവരെയും ഞാൻ കൗൺസിൽ ചെയ്യുമ്പോഴത്തേക്കും പലവരും പറയുന്ന കാര്യം, 10 കൊല്ലം മുമ്പ് എൻ്റെ ജീവിതം നന്നായിരുന്നു, എന്ത് സുഖമായിരുന്നു, നന്നായിരുന്നു, ഇപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 10 കൊല്ലം മുമ്പ് അവരെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിച്ചെങ്കിൽ 10 കൊല്ലം മുമ്പും നിങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ്. നിങ്ങൾ പറയുക അതിന് മുമ്പ് 10 കൊല്ലം മുമ്പേ എൻ്റെ ജീവിതം നന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നാണ് നിങ്ങളുടെ ജീവിതം നന്നായിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, എന്തിനും ദൈവം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വന്ന വലിയ രോഗമായിക്കോട്ടെ അതൊന്നും ദൈവം അറിയാതെ തന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയണത് രോഗം വന്നാലും ദൈവത്തിന് ഈ ജലദോഷവും ക്യാൻസറും എല്ലാ വലിയ അസുഖവും എല്ലാം ഒന്ന് തന്നെയാണ് ഈശോയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ആവശ്യം എന്താ? ഞാൻ ദൈവ സാന്നിധ്യത്തിൽ ഉണ്ടായില്ല, ദൈവത്തിൻ്റെ അടുത്ത് ഉണ്ടായില്ല, അത് മതി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏതും ഉൾക്കൊണ്ടുള്ള സഹന സാഹചര്യങ്ങളെല്ലാം ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡോട് അത് ഏറ്റവും നിനക്ക് സന്തോഷമുള്ള സാഹചര്യമായിട്ട് ദൈവത്തിന് മാറ്റാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ഒരു സാഹചര്യം നിനക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് 100 പ്രാവശ്യം ക്യാൻസറായിട്ട് എന്ന് നീ പറയും. അത് അനുഭവിക്കാത്തതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആ പേടിയൊക്കെ ദൈവം എടുത്ത് മാറ്റിത്തരും. അതിന് ദൈവത്തോട് ചോദിക്കണം നീ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയുന്ന ഇന്ന് നമ്മൾ ധ്യാനിച്ചത് 3 കാര്യമാണ്. ദൈവമായിട്ട് അടുക്കണമെങ്കിൽ, ദൈവാനുഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാഗ്ദാനത്തിൽ കൂടി തന്നിട്ടുണ്ട്. അതിൽ 3 കാര്യം. 1 വിശുദ്ധി പാലിക്കുക, 2 വിശ്വാസം, 3 പ്രാർത്ഥന. പ്രാർത്ഥിക്കേണ്ടത് നന്ദി പറഞ്ഞ് സന്തോഷത്തിൽ പ്രാർത്ഥിക്കുക, സങ്കടം എല്ലായിടത്തും മാറ്റിക്കളയുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കടമില്ലാതെ ഇരിക്കുക. ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്ന ഒരു അവബോധത്തോടെ ഇരിക്കുക. നല്ലൊരു ബോധ്യം വേണം. ഒരു സങ്കടം പോലും ഇല്ലാതെയാണ് ഇരിക്കേണ്ടത്. അതാണ് വിശ്വാസം. എപ്പോഴും നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴായിക്കോട്ടെ, അതേപോലെ നമ്മൾ ഒരു നിയോഗത്തിനെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ കൃപാസനായാലും പള്ളിയിലായാലും കുർബാനയ്ക്കായാലും ഒരു അവബോധം ഉണ്ടായിരിക്കണം, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണെന്ന്. അപ്പോൾ അതിൽ സന്തോഷിക്കാൻ വേണ്ടത് പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമായിട്ട് നിങ്ങൾ അകന്ന് നിൽക്കുക. അത് ഞാൻ ഒരു ഉറപ്പ് തരാം, വിശ്വാസത്തോടെ സന്തോഷത്തോടെ എല്ലാ വിഷയങ്ങളും, എല്ലാ ഉത്കണ്ഠയും, നിങ്ങളുടെ സഹനങ്ങളെല്ലാം അത് വിട്ടുകളയുക. അത് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നതാണ്, നിങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് എന്ത് തന്നെ ആയാലും അത് ദൈവത്തിനറിയാം. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ബൈബിൾ വായിക്കാൻ പറയാറുണ്ട്.
അരമണിക്കൂർ. അത് വചനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ആദിയിൽ വചനമായിരുന്നു. ഈ ലോകത്തിന് മുമ്പേ വചനം ഉണ്ടായിരുന്നു.